വണ്ടി തള്ളിക്കൊണ്ടില്ല നമുക്ക് നോക്കാം. എവിടെ നിന്ന് വരുന്നതാ? എവിടെ നിന്നാ വരണേ? അറിയാം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജ്യേഷ്ഠനല്ലേ? നമ്മുടെ സഹോദരനാണ്. എനിക്കറിയാം. അപ്പോൾ ഇത് കേസെല്ലാം ഇവർ അട്ടിമറിച്ച് കളഞ്ഞു. കേസിലെ പ്രതികൾക്കെല്ലാം ഇവർ പ്രമോഷൻ കൊടുത്തു. എന്നിട്ട് ഞാൻ കോടതിയിലൊക്കെ ഇവർ ഒത്തുകളിച്ചു. അപ്പോൾ CB അന്വേഷണമൊക്കെ പറഞ്ഞു. എങ്കിലും നേരായ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവർ ഈ ഭരണത്തിൻ്റെതായ രീതിയിലുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഇവർ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പ്രതികളായി വരുന്ന സംഭവങ്ങളിൽ നമ്മൾ പരാതികളുമായി വരുന്നവരെ പറ്റിക്കുന്നതിനോടൊപ്പം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ്. അപ്പോൾ ഈ സമരത്തിൽ നിന്ന് ഞാൻ പിന്മാറാതെ സമരം നല്ല രീതിയിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് 2024 അവസാനം ഇവർ സമരം അങ്ങ് അട്ടിമറിച്ചുള്ളത്. സ്ഥിരമായി വേറെ ആളുകളെ വിട്ട് നമ്മളെ ഉപദ്രവിച്ചിട്ട് നമുക്കെതിരെ കേസെടുക്കുക. ഇവരാളെ വിട്ട് നമ്മളോട് അക്രമം ചെയ്യുക, നമ്മൾ അക്രമം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുത്തിക്കൊണ്ട് നമുക്കെതിരെ കേസെടുക്കുന്ന പരിപാടിയാണ്. അപ്പം നമ്മളെ മാധ്യമ പ്രവർത്തകർ നമ്മൾ കുറ്റം ചെയ്തു എന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കും. അങ്ങനെ ഭയങ്കരമായ രീതിയിൽ ഇവരുടെ ഉപദ്രവം കാരണം ഞാൻ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നടന്ന് ഡൽഹിയിലെല്ലാം പോയിട്ട് തിരിച്ച് കേരളത്തിൽ വന്നിങ്ങനെ ഇപ്പം നടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ നടന്ന് ഇപ്പം ഇന്ത്യ മൊത്തം നടന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നടന്ന് ഡൽഹിയിൽ പോയി, ഡൽഹി സുപ്രീം കോടതി മുന്നിൽ പോയി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നടന്നു. ഇപ്പം കേരളത്തിലാണ്, ഇപ്പം ഞാൻ നിൽക്കുന്ന കേരളത്തിലാണ് നടന്നുകൊണ്ടുള്ള, ഈ കേരളത്തിലെന്നല്ല രാജ്യം മൊത്തം നടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. പ്രധാനമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകളുടെ ദ്രോഹം. അവർ പാവങ്ങളെ തിരഞ്ഞു പിടിച്ച് ഇവർക്ക് വൈരാഗ്യം തോന്നുന്ന ആളുകളെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അത് കാരണം ഇങ്ങനെയുള്ള അപ്പോൾ നമ്മൾ ഇവരെല്ലാം കൂടി ഭരണസംബന്ധമായ ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഇന്ന് ജനങ്ങളെ പഠിക്കും. നിങ്ങൾ ആരും ഇത് പറയുന്ന കോടതി ഉൾപ്പെടെ കേട്ടോ, കോടതിക്കുൾപ്പെടെ പങ്കുണ്ട് ആളുകളെ ഈ പറ്റിക്കുന്ന ഈ പരിപാടിക്ക്. ഇവിടുത്തെ കോടതി ഇപ്പം സമൂഹത്തിലെ അനീതികൾ, ഇന്ന് എനിക്കുണ്ടായ ഒരു പ്രശ്നം നാളെ മറ്റൊരാൾക്കുണ്ടാവുന്ന ഈ ഭരണസംബന്ധമായ എന്തെങ്കിലും ദ്രോഹങ്ങൾ പൊതുജനങ്ങൾക്കുണ്ടാവുകയും ആ പ്രശ്നത്തിന് നേരായ നടപടികൾ ചെയ്യാതെ ഇവർ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യും. അതിൽ ഈ പറയുന്ന നമ്മുടെ ജനങ്ങൾക്ക് ആകെ പ്രതീക്ഷയുള്ളത് കോടതിയിലാണ്. കോടതിക്കുൾപ്പെടെ ഈ പറയുന്ന ജനങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഈ പരിപാടിക്ക് കോടതിക്കുൾപ്പെടെ പങ്കുണ്ട്. കാരണം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഈ നടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഞാനത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു പ്രോത്സാഹനം, ഞാനത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഇതിനൊരു ഞാനിപ്പോൾ ഈ ഇങ്ങനെ നടക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവം ഒന്ന് നമ്മുടെ സഹോദരൻ്റെ കൊലപാതകം, പിന്നെ രണ്ടാമത് ഇതിപ്പം കുറേ വർഷമായ സംഭവമാണ്. രണ്ടാമത് ഇപ്പോഴും എന്നെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. വേറെ ആളുകളെ വിട്ട് നമ്മളോട് അക്രമം കാണിക്കുക, പല രീതിയിലുള്ള നമ്മുടെ ജീവന് തന്നെ അപായം ഉണ്ടാകുന്ന പ്രവർത്തികൾ ഈ പോലീസും ഗവൺമെൻറ്റിൻ്റെ ആളുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറാത്തത് കൊണ്ട് ഇവർ നമ്മളോട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വരുത്തിക്കൊണ്ട് ഇവരിങ്ങനെ മറ്റാളുകളെയും കൊണ്ട് ഉപദ്രവിക്കുന്നു. ഭരണസംബന്ധമായ ഇവരുടെ അധികാരവും നമ്മളിലോട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവരെ മൊത്തത്തിലുള്ള ദ്രോഹം കാരണമാണ് ഞാനിങ്ങനെ ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധം നടത്തും. ഇത് നമ്മുടെ സഹോദരൻ്റെ കേസ് നമ്മൾ സുപ്രീം കോടതിയിൽ ചെയ്യണം. അടുത്ത ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള നമ്മുടെ സഹോദരൻ്റെ കേസ് ഇപ്പോൾ അതിലെന്ത് നടക്കുന്നുവെന്നല്ല, കുറേ വർഷം കേട്ടോ. ഇതിൽ നമ്മുടെ സഹോദരൻ്റെ കേസ് നമുക്ക് സുപ്രീം കോടതിയിലോട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അങ്ങേറ്റം വരെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് കാണിക്കുന്ന അക്രമം അത് കോടതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ